നമുക്കിന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ടുള്ള എല്ലും ഇറച്ചിയും കൂടി ഉള്ളതാണ് ഇത്. ഇറച്ചി ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒരു പകുതി വേവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇറച്ചി കറി വെക്കാനായിട്ട് 2 സവാള അരിഞ്ഞത്, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. കപ്പ പൊളിച്ച് നമുക്ക് വൃത്തിയാക്കാം. കപ്പ ഇതുപോലെ കൊത്തിയെടുക്കാം. കപ്പ കൊത്തി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് അടപ്പയിൽ വെച്ച് വേവിക്കാം. ഇറച്ചിക്കുള്ള മസാല റെഡിയാക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം, സവാള ഇട്ട് കൊടുക്കാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. സവാള ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒഴിച്ച് കൊടുക്കാം, ഗരം മസാല ഇട്ട് കൊടുക്കാം. അല്പം വെള്ളം ഒഴിച്ച് മസാലയൊന്ന് ഗ്രേവി ആക്കാം. ഗ്രേവി നമുക്ക് പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രേവി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കുക്കർ അടച്ച് വെച്ച് 2-3 വിസിലും കൂടി അടുപ്പിക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ വെള്ളം ഊറ്റിക്കളയാം. കപ്പ വെള്ളം കളഞ്ഞ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഉപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ അടക്കി വയ്ക്കാം. ഇറച്ചി വെന്ത് നല്ല പരുവായിട്ടുണ്ട്. നമുക്കത് കപ്പയിലേക്ക് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ച് നമുക്ക് അടുപ്പയിൽ വെച്ച് ഒരു 5 മിനിറ്റ് സിം തീയിൽ ഒന്നുകൂടെ വയ്ക്കാം. എല്ലും കപ്പയും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇളക്കി നമ്മുടെ സൂപ്പർ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.